വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സേവന കാലാവധി വെട്ടിച്ചുരുക്കി സർക്കാർ. 1 വർഷത്തേക്ക് പുതുക്കാറുള്ള കരാർ 3 മാസമായി ചുരുക്കി. ഇത്തരം നടപടി സംസ്ഥാനത്തെ NHM ചരിത്രത്തിൽ ഇതാദ്യമെന്ന് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നു. 19 വർഷമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കാനാണ് സർക്കാർ നീക്കമെന്ന് NH എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര ആരോപിച്ചു. പ്രതികരണത്തിലേക്ക്. എല്ലാ വർഷവും 1 വർഷത്തെ കാലാവധിക്കാണ് NHM 17,000-ഓളം വരുന്ന ജീവനക്കാർ ജോലി ചെയ്യുന്നത്. അപ്പോൾ കാലാവധി പുതുക്കുമ്പോൾ 1 വർഷം എന്ന രീതിയിലാണ് പുതുക്കി വരുന്നത്. പക്ഷേ ഇന്നലെ ഇറങ്ങിയ ഓർഡർ പ്രകാരം 3 മാസത്തേക്ക് മാത്രമാണ് NHM ജീവനക്കാരുടെ എല്ലാ ജീവനക്കാരുടെയും അത് 17,000-ഓളം വരുന്ന ജീവനക്കാരുടെ കാലാവധി പുതുക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ 3 മാസം എന്നുള്ളത്? ഇപ്പോൾ ജോലി ചെയ്തവരും ചെയ്യാത്തവരും തമ്മിലൊരു അന്തരമില്ല. 3 മാസം കഴിഞ്ഞാൽ ഇനി പെർഫോമൻസ് അപ്രൈസൽ വീണ്ടും വരും. അതിൽ ഞങ്ങളുടെ എല്ലാം പുതുക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഈ പറയുന്ന 17,000-ഓളം പേർക്ക് ഉണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണിയാണ് ചേരുന്നത്. അനീഷ്, 19 വർഷമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളെ ഒഴിവാക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്നൊരു ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്താണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ കാരണം? വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, എന്താണ് സർക്കാർ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാരണമെന്ന ആശങ്ക തന്നെയാണ് ഇപ്പോൾ NHM എംപ്ലോയീസ് യൂണിയന്റെ ഫെഡറേഷന്റെ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മീര പറഞ്ഞത്. അതായത് 19 വർഷമായി 17,000-ഓളം ജീവനക്കാർ, അതിൽ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെയാണ് ഈ 17,000-ഓളം ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. ഇവരുടെ സേവന കാലാവധിയാണ് സാധാരണ 1 വർഷമാണ് ഇവരുടെ കോൺട്രാക്ട് കാലാവധി. 1 വർഷം കഴിഞ്ഞാൽ വീണ്ടും പ്രവർത്തന കാര്യക്ഷമത നോക്കി വീണ്ടും 1 വർഷത്തേക്ക് പുതുക്കി കൊടുക്കും. അങ്ങനെയാണ് രാജ്യമെമ്പാടും. ഇതൊരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കൂടിയാണ്. നമുക്കറിയാം, നാഷണൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഇതിൽ കേന്ദ്ര സർക്കാർ 60% ഫണ്ടും കേരള സർക്കാർ 40% ഫണ്ടും അങ്ങനെയാണ് ഇതിലേക്ക് ഫണ്ട് കണ്ടെത്തുന്നത്. അത്തരത്തിൽ ഈ ജീവനക്കാരെ 1 വർഷത്തേക്ക് കരാർ പുതുക്കേണ്ട സ്ഥാനത്ത് സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമാണ് എന്നാണ് CITU ഭാരവാഹികൾ പറയുന്നത്. ഇത്തരത്തിൽ 3 മാസത്തേക്ക് ആക്കി ചുരുക്കിയിരിക്കുന്നതിൽ കടുത്ത ആശങ്കയാണ് ജീവനക്കാർക്കുള്ളത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പണി പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ്. ഈ പുതിയ സർക്കാർ, UDF സർക്കാർ അധികാരത്തിൽ അധികം വൈകാതെയാണ് ഇങ്ങനെ ഒരു സർക്കുലർ പുറത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഇതിൽ നിരവധി പദ്ധതികളുണ്ട്. ഈ NHM കീഴിൽ ആശാധാര, ആർദ്രം, ശലഭം ഉൾപ്പെടെ 25ഓളം പദ്ധതികൾ ഈ ആരോഗ്യ മേഖലയെ നെടുന്തൂണായിട്ടുള്ള 25ഓളം പദ്ധതികളാണ് NHM കീഴിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, നിപ്പ, കോവിഡ്, ഓക്കി തുടങ്ങി പ്രളയം ഉൾപ്പെടെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ആരോഗ്യ പ്രവർത്തക സേവനങ്ങൾ വിലമതിക്കാൻ ആകാത്തതാണ്. ഈ 17,000-ഓളം വരുന്ന ജീവനക്കാരുടെ പണി തെറിച്ചാൽ, അല്ലെങ്കിൽ ഈ NHM സംവിധാനമില്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖല തന്നെ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട്. അത്തരത്തിലുള്ള ഒരു ജീവനക്കാരുടെ സമൂഹത്തെയാണ് ഇത്തരത്തിൽ കാലാവധി ചുരുക്കി 3 മാസം മാത്രം കോൺട്രാക്ട് പുതുക്കാൻ ഒരു ഉത്തരവ് NHM ഡയറക്ടറുടെ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ NHM ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നുള്ള ഒരു കാര്യം CITUവിന്റെ യൂണിയന്റെ ഭാരവാഹി തന്നെ പറയുന്നത്. അതായത് നമുക്കറിയാം, ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഭയപ്പാടിലാകും ജീവനക്കാർ. ഈ ഇഷ്ടക്കാരെ തിരികെ കയറ്റാനുള്ളൊരു നീക്കത്തിന്റെ ഭാഗമായാണോ ഇത്തരത്തിൽ കാലാവധി അല്ലെങ്കിൽ കോൺട്രാക്ട് കാലാവധി ചുരുക്കിയത് എന്നുള്ളൊരു ആശങ്ക കൂടി ജീവനക്കാർക്കുണ്ട്. എന്തായാലും CITU, NHM എംപ്ലോയീസ് ഫെഡറേഷൻ CITU ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമര പരിപാടികളിലേക്ക് നീങ്ങും എന്നുള്ളൊരു സൂചന കൂടി വരുന്നുണ്ട്. ഈ വരുന്ന 6-ാം തീയതി സംസ്ഥാന കമ്മിറ്റി ചേരും. ആ സംസ്ഥാന കമ്മിറ്റിയിൽ കൂടുതൽ സമര പരിപാടികളിലേക്ക് നീങ്ങാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് NHM എംപ്ലോയീസ് ഫെഡറേഷൻ ഉള്ളത്. എന്തായാലും ഇതിൽ കടുത്ത ആശങ്കയുണ്ട്. ഈ 3 മാസം കഴിഞ്ഞാൽ പെർഫോമൻസ് അനുസരിച്ച് വീണ്ടും കരാർ പുതുക്കുമെന്നാണ് പറയുന്നത്. പെർഫോമൻസിന്റെ പേര് പറഞ്ഞ് ജീവനക്കാരെ അപ്പാടെ ഒഴിവാക്കി UDF സർക്കാരിന്റെ ഇഷ്ടക്കാരെ ഈ മേഖലയിലേക്ക് തിരികെ കയറ്റാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ എന്നുള്ളൊരു കാര്യമാണ് ഈ NHM എംപ്ലോയീസ് ഫെഡറേഷൻ സംശയിക്കുന്നത്. എന്തായാലും കടുത്ത ആശങ്കയിലാണ്. പണി പോകുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ജീവനക്കാർക്കുള്ളത്. വിചിത്രമായ നടപടിയാണ്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. രാജ്യത്തെവിടെയും ഇങ്ങനെ ഇല്ല. ഈ 1 വർഷം ആയി പുതുക്കിക്കൊണ്ടിരുന്ന ഈ കോൺട്രാക്ട് 3 മാസമായി കേരളത്തിൽ മാത്രമായി വരുന്നത് എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ്, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ജീവനക്കാർക്ക് കടുത്ത ആശങ്കയുള്ളത്. എന്തായാലും 6-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട്
സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തുടർ സമര പരിപാടികൾ ആലോചിക്കുമെന്നാണ് NHM എംപ്ലോയീസ് ഫെഡറേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മീര നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ജീവനക്കാർ കടുത്ത ആശങ്കയിലാണെന്നുള്ള ഒറ്റ വാക്ക് മാത്രമേ ഇതിൽ പറയാനുള്ളൂ. അരുണിമ. ശരി, വ്യക്തമാണ്. സംസ്ഥാനത്തെ നാഷണൽ ഹെൽത്ത് മിഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരുടെയും സേവന കാലാവധിയാണ് ഇപ്പോൾ സർക്കാർ വെട്ടിച്ചുരുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നൊരു ആശങ്ക തന്നെയാണ് ജീവനക്കാർക്കുള്ളത്. ഒരു വർഷത്തേക്ക് പുതുക്കാറുള്ള കരാർ 3 മാസമായിട്ടാണ് ചുരുക്കിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.